അങ്ങനെ ദേവലോകത്തെ എല്ലാ സുഖ സൗകര്യങ്ങളെല്ലാം അനുഭവിച്ചുകൊണ്ട് അർജുനൻ അവിടെ താമസിക്കുന്നു. അതിനിടയിൽ പല ദിവ്യാസ്ത്രങ്ങളും അവയുടെ രഹസ്യങ്ങളുമൊക്കെ അർജുനൻ അഭ്യസിക്കുകയും ചെയ്തു. ഇന്ദ്രന്റെ നിർദ്ദേശങ്ങളനുസരിച്ച് ചിത്രസേനൻ നൃത്ത ഗീതവാദ്യങ്ങളൊക്കെ അർജുനനെ പഠിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ഇന്ദ്രലോകത്ത് എല്ലാവിധ സുഖ സൗകര്യങ്ങളോടും കൂടി അർജുനൻ താമസിക്കുകയാണ്. പക്ഷേ അർജുനന്റെ മനസ്സ് പലപ്പോഴും സന്തോഷപ്രദമായിരുന്നില്ല. അതിന് കാരണമുണ്ട്. തൻ്റെ സഹോദരന്മാർ അവരുടെ ദുസ്ഥിതികൾ ഓർക്കുമ്പോഴൊക്കെ അർജുനന്റെ മനസ്സ് ഏറെ ദുഃഖാർദ്രമാകും. ദുശാസനന്റെയും ദുര്യോധനന്റെയും ക്രൂരതകൾ ഓർക്കവേ അർജുനന്റെ മനസ്സ് ഏറെ അസ്വസ്ഥമായി തീരുകയാണ്. എല്ലാ ദുർനിമിത്തങ്ങളും ഒന്നൊന്നായി തങ്ങൾക്ക് നേരെ പാഞ്ഞെടുക്കുന്നത് പോലെ. എന്തൊക്കെ അനുഭവിച്ചാലാണ് ഇതിൽ നിന്നൊക്കെ ഒരു മോചനം ലഭിക്കുന്നത്? ധർമ്മമാർഗത്തിലൂടെ മാത്രം സഞ്ചരിക്കുന്ന ജ്യേഷ്ഠൻ യുധിഷ്ഠിരൻ, പിന്നെ ഞങ്ങൾ സഹോദരങ്ങളും. പക്ഷേ ദുഃഖങ്ങൾക്ക് ഒരറുതിയുമില്ല. അർജുനന്റെ മനസ്സ് ഓരോ നിമിഷവും വ്യാകുല ചിന്തകളാൽ നിറയുകയാണ്. അർജുനന്റെ മനോദുഃഖങ്ങൾ മനസ്സിലാക്കിയ ചിത്രസേനൻ സ്വർഗലോക സുന്ദരിയായ ഉർവശിയോട് ഇപ്രകാരം പറഞ്ഞു: അല്ലയോ സുന്ദരി, അർജുനന്റെ ഗുണഗണങ്ങൾ നിനക്കറിയുമോ? വിലാളി വീരനായ അർജുനനെ സമീപിച്ച് എല്ലാവിധത്തിലും സന്തോഷിപ്പിക്കുക. ചിത്രസേനന്റെ ഈ വാക്കുകൾ കേട്ട് ഉർവശിക്കും ഏറെ സന്തോഷമായി. ഉർവശി പറഞ്ഞു: ശരി, ഞാൻ അർജുനന്റെ അരികിലേക്ക് ഇപ്പോൾ തന്നെ പോകാം. അദ്ദേഹത്തെ സന്തോഷിപ്പിക്കുവാൻ ഞാൻ തീർച്ചപ്പെടുത്തി കഴിഞ്ഞു. ചിത്രസേനന്റെ അനുവാദത്തോടെ ഉർവശി അർജുനന്റെ അരികിലേക്ക് സന്തോഷത്തോടെ നടന്നു പോകുന്നു. അർജുനനെ കുറിച്ചുള്ള ചിത്രസേനന്റെ വാക്കുകൾ കേട്ട് ഉർവശി വല്ലാതെ ആകൃഷ്ടയായി കഴിഞ്ഞു. എന്തിന്? പാർത്ഥനെ തന്റെ കാമുകസ്ഥാനത്തു തന്നെ ഉർവശി പ്രതിഷ്ഠിച്ചു എന്ന് വേണം പറയുവാൻ. ഉർവശി വില കൂടിയ പട്ടുവസ്ത്രങ്ങൾ ധരിച്ച് സർവാഭരണ വിഭൂഷിതയായി 3 ലോകങ്ങളെയും മോഹിപ്പിക്കുന്ന ഭാവങ്ങളോടെ പ്രണയപരവശയായി അർജുനനെ സമീപിക്കുന്നു. അസമയത്തുള്ള ഉർവശിയുടെ ഈ വരവ് അർജുനനെ അല്പം പരിഭ്രമിപ്പിച്ചു. എങ്കിലും അർജുനൻ ബഹുമാനത്തോടെ എഴുന്നേറ്റ് നിന്ന് ഉർവശിയെ വന്ദിച്ച് ഇപ്രകാരം പറഞ്ഞു: അപ്സരസായ ഉർവശി, ഞാൻ ഭവതിയെ വന്ദിക്കുന്നു. ദാസനായ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഭവതി എന്നോട് ആജ്ഞാപിച്ചാലും. അർജുനന്റെ ഈ വിനയപൂർവ്വമുള്ള വാക്കുകൾ കേട്ട് ഉർവശി പറഞ്ഞു: അർജുനൻ എന്ന വില്ലാളിവീരനായ അങ്ങയെ ശുശ്രൂഷിച്ച് സന്തോഷിപ്പിക്കുവാൻ വേണ്ടിയാണ് ഞാൻ എത്തിയിട്ടുള്ളത്. ഇന്ദ്രദേവൻ തന്നെയാണ് ഇങ്ങോട്ട് എന്നെ അയച്ചിരിക്കുന്നതും. പിന്നീട് ലജ്ജാ വിവശയായി ഉർവശി പറഞ്ഞു: അതുമാത്രമല്ല, അങ്ങയെ ഞാൻ എൻ്റെ ഭർത്താവായി സ്വീകരിക്കുവാനും ആഗ്രഹിക്കുന്നു. ഉർവശിയുടെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ വല്ലാതെ പരിഭ്രാന്തനായി ഇപ്രകാരം പറഞ്ഞു: ഭവതി എനിക്ക് അമ്മയെപ്പോലെയാണ്. മാതൃതുല്യയായ ഭവതിയെ മറ്റൊരു വിധത്തിൽ കാണുവാൻ എനിക്ക് സാധ്യമല്ല. ഭവതി ദയവായി എന്നോട് ക്ഷമിച്ചാലും. ഉർവശി പറഞ്ഞു: അങ്ങ് പറയുന്നത് ശരിയല്ല. അപ്സരസുകളായ ഞങ്ങൾ സ്വീകാര്യകളാണ്. അങ്ങനെ മാതാവിനെ പോലെ കരുതുന്നത് ഒട്ടും ശരിയല്ല. പ്രണയപരവശയായ എന്നെ ഉപേക്ഷിക്കുന്നത് പാപമാണ്, ശാസ്ത്ര നിഷേധമാണ്. അതുകൊണ്ട് അർജുന, അങ്ങനെ സ്വീകരിച്ചേ മതിയാവൂ. ഉർവശിയുടെ ഈ വാക്കുകൾ കേട്ട് അർജുനൻ വല്ലാത്ത ധർമ്മസങ്കടത്തിലായി. പക്ഷെ അദ്ദേഹം വഴങ്ങിയില്ല. ഞാൻ ഭവതിയോട് സത്യം തുറന്നു പറഞ്ഞു കഴിഞ്ഞു. ഭവതി എനിക്ക് മാതൃതുല്യയാണ്. അതുകൊണ്ട് ഞാൻ കൈകൂപ്പി യാചിക്കുന്നു. എന്നെ ഒരു പുത്രനെ പോലെ കരുതണം, അനുഗ്രഹിക്കണം. പക്ഷെ അർജുനന്റെ ഈ യാചനകളൊന്നും ഉർവശി ചെവിക്കൊണ്ടില്ല. നിരാശ പൂണ്ട ഉർവശി ദേഷ്യം കൊണ്ട് വിറച്ചു. പിന്നെ അർജുനനെ ശപിച്ചു: പ്രണയപരവശയായി നിന്റെ അരികിലേക്ക് വന്ന എന്നെ നീ അവഗണിച്ചു. നിന്നെ ഞാനിതാ ശപിക്കുന്നു. നീ ഒരു നപുംസകമായി തീരട്ടെ. സ്ത്രീജനങ്ങളുടെ ഇടയിൽ ആടിപ്പാടി നടക്കുവാൻ നിനക്കിടവരട്ടെ. ഇപ്രകാരം അർജുനനെ ശപിച്ച് ഉർവശി സ്വന്തം ഭവനത്തിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. അർജുനൻ ചിത്രസേനനോട് ഈ വിവരങ്ങളെല്ലാം പറഞ്ഞു. ചിത്രസേനൻ നടന്ന കാര്യങ്ങളെല്ലാം ഇന്ദ്രനെയും അറിയിക്കുന്നു. ഇന്ദ്രൻ അർജുനനെ വിളിച്ചു വരുത്തി ഇപ്രകാരം പറഞ്ഞു: മകനെ, നീ അല്പം പോലും വിഷമിക്കേണ്ടതില്ല. ഉർവശിയുടെ ശാപമോർത്ത് നീ ദുഃഖിക്കേണ്ട. കാരണം ഈ ശാപം നിങ്ങളുടെ അജ്ഞാതവാസക്കാലത്ത് നിനക്ക് ഒരനുഗ്രഹമായി തീരുന്നതാണ്. അന്ന് ആരും നിന്നെ തിരിച്ചറിയാനാവാത്ത വിധത്തിൽ നർത്തകവേഷത്തിൽ നിനക്ക് ജീവിക്കാം. അതിനുശേഷം നിന്റെ പുരുഷത്വം നിനക്ക് വീണ് കിട്ടുകയും ചെയ്യും. ഇന്ദ്രന്റെ ഈ വാക്കുകൾ കേട്ടപ്പോൾ അർജുനന് ഏറെ സന്തോഷമായി. പിന്നീട് അർജുനൻ ഉർവശിയുടെ ശാപത്തെയോർത്ത് ദുഃഖിച്ചതേയില്ല. ഉർവശി ശാപം ഉപകാരം എന്ന ചിന്തയോടെ സ്വർഗഭവനത്തിൽ സസുഖം അർജുനൻ താമസിക്കുന്നു. ഒരു ദിവസം ലോമശ മഹർഷി ദേവേന്ദ്രനെ കാണുവാനായി ഇന്ദ്രസഭയിലെത്തിച്ചേർന്നു. ലോകം മുഴുവൻ ചുറ്റി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്ന മഹർഷി ഇന്ദ്രനോടൊപ്പം സിംഹാസനത്തിലിരിക്കുന്ന അർജുനനെ കണ്ട് അത്ഭുതപ്പെട്ടുപോയി. അദ്ദേഹം ഇന്ദ്രനോട് ചോദിച്ചു: ഒരു മനുഷ്യനായ അർജുനന് ഇന്ദ്രസിംഹാസനത്തിൽ ഇരിക്കുവാനുള്ള അർഹത എങ്ങനെയാണുണ്ടായത്? എന്തെല്ലാം സത്കർമ്മങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്? ഇന്ദ്രന്റെ സിംഹാസനത്തിൽ ഇരിക്കുവാൻ തക്കവണ്ണം
ഉന്നത പദവി എങ്ങനെയാണ് മനുഷ്യനായ അർജുനൻ നേടിയെടുത്തത്? ഇപ്രകാരം ലോമശ മഹർഷി അർജുനനെക്കുറിച്ച് തനിക്ക് തോന്നിയ സംശയങ്ങളെല്ലാം ഇന്ദ്രനോട് നേരിട്ടു തന്നെ ചോദിക്കുകയാണ്.